അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യം നീ പരീക്കുട്ടിക്ക് ചോദിച്ചില്ല. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഇവര് വിചാരിച്ചിരിക്കുന്ന വെള്ളം ഒഴുകി വരുമെന്നാണ്. 850 മീറ്റർ ഉയരത്തിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഡാം തകർന്നാൽ 130 വർഷത്തെ ചെളി സിൽട്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും. Is this a joke? Yes, it's a big joke. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ കൈവിറച്ച് ഒളിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ തമാശ എന്താ ഉള്ളത്? ഡാമിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാവും, വലിയ കല്ലുകൾ. ഇതിവിടെ കൊണ്ടൊന്നും തീരില്ല. ഇതിന് ഞാൻ സമാധാനം പറയിക്കും. അതിന് സുപ്രീം കോടതി വരെ പോയേണ്ടി വന്നാലും വിനീതൻ പിള്ള മടിക്കില്ല. പിന്നെ തൊട്ടു മുമ്പിൽ ഈ ഡാം തകർന്നാൽ അത് വലിയൊരു എനർജിയാണ്. ഡാമിന്റെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാതാവേ, നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. വിളിച്ചത് കേട്ടില്ലേ, പോട്ടാ പട്ടേന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ്? അതായത് 64 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 15 TMC വെള്ളം കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറയും. ഞാൻ ഇനിയും ഇവിടെ താമസിച്ച അവൻ എന്റെ മൊത്തം ജീവിതം നശിപ്പിക്കും. ഞാൻ ഇനി ഇവിടെ താമസിക്കില്ല. അത് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിന്റെ 180 ടൈംസ് ആണ്. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഓഗസ്റ്റ് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയെല്ലാം ഫോറസ്റ്റ് വലിച്ചിട്ട് സ്പോഞ്ച് കണക്കെ വലിച്ചിട്ടുണ്ട്. വലിയ ബുദ്ധിയും പഠിപ്പൊന്നും ഇല്ലാത്തവനാ ഞാൻ. പക്ഷേ അതൊക്കെ ഒരുപാടുള്ളവര് കാരണം തൊലഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇനി ഒരു തുള്ളി വെള്ളം ഫോറസ്റ്റിൽ വന്നാൽ അത് ഒഴുകി ഡാമിൽ വരും. നീ പഠിച്ചോനല്ലേ, മനസ്സിലാവൂലോ. അപ്പൂരിന്റെ തലയിൽ തഴമ്പേ ഉള്ളൂ, ഇന്റലിജാക്ക് പേരിന്റെ തഴമ്പ് ഇവരില്ല. പഠിച്ച തലയ്ക്ക് തഴമ്പുണ്ടാവില്ല, പക്ഷെ അതിന് എവിടെ ഒരു വിലയുണ്ടാവും. നിനക്കതുണ്ട്, ഉണ്ടാകുകയും വേണം. അങ്ങനെ വന്നാൽ എറണാകുളത്തിന്റെ സ്ഥിതി, നമ്മൾ ഉണ്ടാക്കി വെച്ച സകലതും പോയി, നമ്മുടെ ജീവനും പോയി. ഇപ്പം മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മൾ കണ്ടില്ലേ. നിറം മാത്രല്ല, എന്താ പറയാ, ആ ആത്മചൈതന്യം അത് തന്നെ കിട്ടൂ. നഗരം മനുഷ്യന് ജീവിക്കാനുള്ളതല്ല, മരിക്കാനുള്ളതാണ്. അവിടെ അങ്ങനെ ഒരു നാടുണ്ടായിരുന്നോ എന്ന് പോലും ഇപ്പൊ നോക്കിയാൽ കാണില്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായോ ജനങ്ങളെ അറിയിക്കാനായിട്ട്? എന്റെ അവസ്ഥ അതാടാ. ഉണ്ടായോ? ആനകൾ അറിഞ്ഞു. വരാൻ പോകുന്ന ദുരന്തം ആനകൾ അറിഞ്ഞിട്ട് ആനകൾ കാട് വിട്ട് ഓടി. തിരുമേനി, ചില കാര്യങ്ങളെ മനുഷ്യനേക്കാൾ ബുദ്ധിമുട്ടും ആനയ്ക്ക്. വിളിച്ചു വരുത്തി അവമാനിച്ചാൽ സഹിക്കില്ല. ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ വന്നാൽ അത് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതാണ്, പാട പോലെ. കത്ത് പിടിച്ചാലോ ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തും. ലക്ഷദ്വീപ് ഉണ്ടാവും, ശ്രീലങ്ക ഉണ്ടാവും. ഞാൻ എഴുതുന്നത് ഹൃദയത്തിൽ നിന്നാണെങ്കിലും എൻ്റെ കൈയക്ഷരം വളരെ മോശമാണ്. ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു. കാരണം അതറിഞ്ഞാൽ മറ്റുള്ളവരെന്നെ പരിഹസിച്ചാലോ കുറ്റപ്പെടുത്തിയാലോ ചിലപ്പോൾ ചീത്ത വിളിച്ചാലോ എന്നൊക്കെ ഞാൻ ഭയന്നു. ഇത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത ഒരു ട്രാജഡി ആവും നമ്മൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചു. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. നമ്മൾ രാഷ്ട്രീയം കൊണ്ട് ആലോചിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ മതം കൊണ്ട് ആലോചിച്ചാലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. അതാണല്ലോ ഇവിടെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, ഒന്നും സംഭവിക്കില്ല എന്ന്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയം കൊണ്ട് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ മതം കൊണ്ട് ചിന്തിക്കുന്നത്. നീയൊക്കെ സാധാരണക്കാരനാ, അപ്പൊ സാധാരണക്കാരന്റെ പണി മാത്രം ചെയ്താൽ മതി. നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും. നമ്മുടെ ഭാവനയിൽ നിൽക്കാത്ത അത്യാഹിതമായിരിക്കും വരുന്നത്. ഉച്ചയിൽ ഉപ്പോളം ബുദ്ധി ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. എന്റെ ജീവനിൽ ഇടപെടരുത്. കണ്ടറിഞ്ഞ് ചെയ്യണമായി. ഇനിയിപ്പൊ കൊണ്ടറിയാനാ വിധി. അപ്പൊ ശരി മക്കളെ, ഗോഡ് ബ്ലെസ് യു, ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോകുന്നു. ബൈ ബൈ.